വർഷങ്ങളായി മുക്കംകടവ് പാലത്തിനടിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കൂറ്റൻ പൈപ്പുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. മുക്കംകടവിൽ നേരത്തെ നിർമ്മിച്ച വെന്റ് പൈപ്പ് പാലം പൊളിച്ചു നീക്കിയപ്പോഴാണ് ഈ കൂറ്റൻ പൈപ്പുകൾ പുതിയ കോൺക്രീറ്റ് പാലത്തിനടിയിൽ കൂട്ടിയിട്ടിരുന്നത്. 5 വർഷത്തിലധികമായി മുക്കംകടവ് പാലത്തിനടിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കൂറ്റൻ പൈപ്പുകളാണ് നീക്കം ചെയ്യാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പൈപ്പുകളിൽ പകുതിയോളം കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. ബാക്കി അടുത്ത ആഴ്ചയോടെ നീക്കം ചെയ്യുമെന്ന് കോൺട്രാക്ടർ വിനോദ് പുത്രശ്ശേരി പറഞ്ഞു. മുക്കംകടവിൽ നേരത്തെ നിർമ്മിച്ച വെന്റ് പൈപ്പ് പാലം പൊളിച്ചു നീക്കിയപ്പോഴാണ് ഈ കൂറ്റൻ പൈപ്പുകൾ പുതിയ കോൺക്രീറ്റ് പാലത്തിനടിയിൽ കൂട്ടിയിട്ടിരുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും സംഗമിക്കുന്ന കടവിൽ ഇരു പുഴകളെയും 3 കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച വെന്റ് പൈപ്പ് പാലം മലയോര മേഖലയിലെ പുതുമ നിറഞ്ഞ ഒരു നിർമ്മിതിയായിരുന്നു. എന്നാൽ 2 പുഴകളുടെ സംഗമസ്ഥാനമായ കടവിൽ ശക്തമായ കുത്തൊഴുക്ക് മൂലവും മരക്കമ്പുകളും ചപ്പുചവറുകളുമൊക്കെ അടിഞ്ഞും ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്തു പാലത്തിന് ബലക്ഷയമുണ്ടാവുകയും സമീപന റോഡുകൾ തകരുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത്. വൈ ആകൃതിയിലുള്ള കോൺക്രീറ്റ് പാലത്തിന് മുകളിലൂടെ പോകുന്നവർക്ക് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത വിധമാണ് പൈപ്പുകൾ പാലത്തിനടിയിൽ കൂട്ടിയിട്ടിരുന്നത്. കുറ്റിക്കാടും വളർന്നു നിൽക്കുന്ന ഈ ഭാഗം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും താവളമായി മാറുന്നതിനാൽ പൈപ്പുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ഒരു കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതും കണ്ടെത്തിയിരുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് പുറത്തുവിട്ട ഹോട്ട്സ്പോട്ടുകളിലൊന്നും ഈ പാലവും സമീപ പ്രദേശവുമായിരുന്നു. പൈപ്പുകൾ നീക്കം ചെയ്യാൻ വൈകിയെന്ന കാരണത്താൽ കരാർ റദ്ദാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് കേസും മറ്റും ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നീക്കം ചെയ്യാൻ ഇത്രയും വൈകിയത്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും സംഗമിക്കുന്ന കടവിലെ പാലത്തിനടിയിലുള്ള തുരുത്തിൽ പൈപ്പുകൾ കൂട്ടിയിട്ടതിന് തൊട്ടടുത്താണ് എസ് കെ പൊറ്റക്കാടിൻ്റെ സ്മാരക മന്ദിരവും ഉള്ളത്. പൈപ്പുകൾ നീക്കം ചെയ്യുന്നതോടെ ഈ ഭാഗത്തെ സാമൂഹ്യവിരുദ്ധ ശല്യം കുറയുമെന്നാണ് പ്രതീക്ഷ. CTV പ്രാദേശിക വാർത്ത, മുക്കം.